നമസ്കാരം. താരസംഘടന അമ്മയുടെ ഇലക്ഷൻ കഴിഞ്ഞ് ആദ്യത്തെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞിരുന്നു. അന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുകയും അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഞാൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമുള്ള എക്സിക്യൂട്ടീവ് യോഗം നാളെ, അതായത് 12-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെ എന്ന നിലയിലേക്ക് തന്നെയാണ് എക്സിക്യൂട്ടീവ് യോഗം കൂടാൻ തീരുമാനിച്ചതെന്ന വിവരമാണ് എനിക്ക് ലഭ്യമായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മെമ്മറി കാർഡ് വിഷയം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മെമ്മറി കാർഡ് വിഷയത്തിൽ അന്വേഷണത്തിനുള്ള 5 അംഗ കമ്മിറ്റിയെ രൂപീകരിച്ചു. എന്നാൽ 5 അംഗ കമ്മിറ്റിയെ രൂപീകരിച്ച് ജോയ് മാത്യു ഉൾപ്പെടെ ഉള്ളവരാണ് 5 അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും എന്നാൽ ഈ മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇരയായ ആളുകൾ എന്ന് വെച്ചാൽ ആ മെമ്മറി കാർഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോയി താരങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ പറയുകയും അത് കുക്കു പരമേശ്വരൻ്റെ കയ്യിൽ മെമ്മറി കാർഡ് ഉണ്ടെന്നുള്ള ആരോപണവും അത് ശക്തമായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ആ ഇലക്ഷൻ മുതൽ തുടങ്ങിയ സാഹചര്യമാണ്. അത് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ 5 പേരെ നിയമിച്ചു. 5 പേരുടെ പേര് ഉൾപ്പെടെ ഞാൻ പുറത്തു വിട്ടാണ്. പക്ഷേ അന്ന് ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞ മറ്റ് പേരുകൾ, ആ പേരുകൾ ഇവർ പരിഹരിച്ചില്ല. ആ പരിഗണന എടുക്കാത്ത സാഹചര്യത്തിൽ ഇവർ അതിന് ശക്തമായ എതിർപ്പ് നൽകിയിട്ടുണ്ട്. അന്ന് ഇവർ പറഞ്ഞ പേരുകൾ ആ മെമ്മറി കാർഡ് വിഷയം കണ്ടെത്തുന്നതിന് വേണ്ടി അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി 5 പേരുടെ പേര് പറഞ്ഞപ്പോൾ ആ പേരുകൾ പറ്റില്ല എന്ന് പറയും. ഇവർ പറഞ്ഞ പേരുകൾ മല്ലിക സുകുമാരൻ്റെ പേര് പറഞ്ഞിരുന്നു, ദേവൻ്റെ പേര് പറഞ്ഞിരുന്നു, അതോടൊപ്പം തന്നെ ജഗദീഷിൻ്റെ പേര് പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാതെയാണ് അന്ന് കമ്മിറ്റി ആളുകൾ എടുത്തത്. ആ ആളുകളുടെ പേരും പിന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇത് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ മല്ലിക സുകുമാരൻ്റെ പേര് പറഞ്ഞപ്പോൾ ലൂസ് ടോക്കറാണ് എന്ന് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്ന വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് മെയിൻ സാറ്റലൈറ്റ് ചാനൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ദേവനെക്കുറിച്ചും ദേവനെ വേണ്ട എന്ന രീതിക്ക് ജഗദീഷിൻ്റെ പേര് ഉൾപ്പെടെ പരിഹരിക്കാത്ത ഒരു പരിഗണനയും കൊടുക്കാതെ തള്ളുന്ന നിലയിലേക്ക് പോയി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ 12-ാം തീയതി നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത് പ്രധാന അജണ്ടയായി തന്നെ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവർ മുന്നോട്ട് വെച്ച ആളുകളുടെ പേര് നിർബന്ധമായി എടുക്കണമെന്ന ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇവർ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയെങ്കിൽ മല്ലിക സുകുമാരനും ജഗദീഷും ദേവനും ഉൾപ്പെടെ ഉള്ളവർ വേണം. അതോടൊപ്പം തന്നെ ബൈലോ പ്രകാരം ഇത്തരം ഒരു കമ്മിറ്റിക്ക് വരുമ്പോൾ പുറത്തു നിന്നുള്ള ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ ഒരു അഭിഭാഷക വേണമെന്നാണ് പറയുന്നത്. അത് സംഘടനയ്ക്കുള്ളിൽ നിന്ന് അഭിഭാഷക പാടില്ല എന്നാണ് പറയപ്പെടുന്നത് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ പുറത്തു നിന്നൊരു അഡ്വക്കേറ്റിനെ വെച്ചുകൊണ്ട് വേണം ഈ അന്വേഷണത്തിന് പോകാൻ. 60 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ മറുപടി വേണമെന്നാണ് അന്ന് ലക്ഷ്മിപ്രിയ ആവശ്യപ്പെട്ടിരുന്നത്. ആ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത എക്സിക്യൂട്ടീവ് യോഗം തുടങ്ങുകയാണ്. അപ്പോൾ ദിവസങ്ങൾ പോവാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് മല്ലിക സുകുമാരൻ ലൂസ് ടോക്കറാണെന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്ന് ഞാൻ പറയുകയും പിന്നീട് അത് മല്ലിക സുകുമാരൻ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. മല്ലിക ചേച്ചിയായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച എന്തായാലും നടക്കും. അതോടൊപ്പം തന്നെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള 10 വർഷത്തെ കണക്ക് ഓഡിറ്റ് പരിശോധനയ്ക്കുള്ള ആളുകളെ നിയമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ താരസംഘടന അമ്മ ചെയ്ത ഏറ്റവും നല്ല പ്രവൃത്തിയായിട്ട് ഇപ്പോൾ കാണുന്നത് ഇത്തവണ ഓണക്കിറ്റുകൾ നൽകി. എനിക്കൊന്ന് പരമാവധി അംഗങ്ങളിലെ ഒരു 400-450 അംഗങ്ങൾക്കെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞാണ്. എന്തായാലും അതിൽ കൂടുതൽ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ അത് കുറവ് 300-ലും മുകളിലും 400-നും ഇടയ്ക്കുള്ള അംഗങ്ങൾക്ക് ഓണക്കിറ്റ് എല്ലാ വീടുകളിലും എത്തിക്കാൻ കഴിഞ്ഞത് അമ്മ ചെയ്ത ഒരു നല്ല പ്രവൃത്തിയാണ്. നല്ല പ്രവൃത്തിയായിട്ട് തന്നെ നമ്മൾ പറയണം. നല്ല പ്രവൃത്തിയായിട്ട് തന്നെ അമ്മ ഇത് ചെയ്തിരിക്കുന്നു. അതിന് മുൻകൈയെടുത്ത ഇപ്പോഴത്തെ കമ്മിറ്റി അംഗങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യണം. കാരണം അങ്ങനെ ഇന്ന് വരെ കിറ്റ് നൽകിയിട്ടില്ല. പല പരിപാടികൾ നടന്നിട്ടും കഴിഞ്ഞ കമ്മിറ്റിയാണ് ഏറ്റവും വലിയ പരിപാടിയാണ് കുടുംബസംഗമം. അത് ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്ത സംഭവം കഴിഞ്ഞ കമ്മിറ്റി കമ്മിറ്റി ഇരുന്നപ്പോൾ താൽക്കാലിക കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതും അന്ന് അഭിനന്ദിക്കേണ്ടായിരുന്നു. അമ്മ ഹേമ കമ്മിറ്റിയിൽ വലിയ അടിപതറിയിക്കുമ്പോഴായിരുന്നു ആ കുടുംബസംഗമം നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വലിയ വിവാദങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കിറ്റ് വിതരണം ചെയ്യാൻ ഇവർക്ക് സാധിച്ചത്. അത് നല്ല പ്രവൃത്തി തന്നെയാണ്. ആ കിറ്റ് അർഹതപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് എത്തിക്കാൻ ഇവരെടുത്ത ഒരു അധ്വാനവും നമ്മൾ കണക്കിലെടുക്കുന്നു. വീടുകളിൽ എത്തിച്ചു കൊടുക്കുക ചെയ്തത് എന്നാണ് എനിക്ക് കിട്ടുന്നത്. പല ആളുകളുടെ വീടുകളിൽ പോകുമ്പോൾ ആ വീടിൻ്റെ വഴി പോലും കറക്റ്റ് ലൊക്കേഷൻ കിട്ടാതെ വരുമ്പോഴൊക്കെ അവർ ബുദ്ധിമുട്ടി. എന്നാലും അത് ഏൽപ്പിച്ച ആളുകൾ എന്നുവെച്ചാൽ ഓരോ സ്പോൺസർമാർ അവർ തന്നെ എത്തിച്ചു നൽകുന്ന ഒരു നിലയിലേക്കാണ് പോയി. ആ സ്പോൺസർമാരൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്പോൺസർമാരാണ്. പുതിയതായ സ്പോൺസർമാരൊന്നും അതിനകത്തുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ സ്പോൺസർമാർ തന്നെ അവരത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു സംഭവമാണ് ഈ കമ്മിറ്റി ചെയ്തെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കമ്മിറ്റി അഭിനന്ദിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മെമ്മറി കാർഡിൻ്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. മെമ്മറി കാർഡിൻ്റെ വിഷയത്തിൽ
അത്തരമൊരു കമ്മിറ്റി, ഇവർ പറഞ്ഞ കമ്മിറ്റി അംഗങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് അന്വേഷണം പോവുക. അത് ജോയ് മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കണം എന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ലൂസ് ടോക്കർ എന്നൊരു പദം അവിടെ ഉന്നയിച്ചു എന്ന് ഞാൻ വാർത്ത ചെയ്തിരുന്നു. അന്ന് ഞാൻ ചെയ്ത വാർത്ത തെറ്റാണെന്നൊക്കെ പറയുകയുണ്ടായി. ഇന്നാൾ പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കേട്ടത്. ലൂസ് ടോക്കർ എന്ന സംഭാഷണം അവിടെ നടന്നിട്ടുണ്ട്, പക്ഷെ അത് കുക്കു പരമേശ്വരല്ല നടത്തിയത്. അപ്പോൾ ലൂസ് ടോക്കർ എന്ന് മല്ലിക സുകുമാരൻ ലൂസ് ടോക്കറാണ് എന്നവിടെ സംസാരമുണ്ടായി എന്ന് അവർ അംഗീകരിക്കുകയാണ്. അത് എക്സിക്യൂട്ടീവ് യോഗത്തിൽ നടന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നടന്ന സാധനം കൊടുത്തു കഴിഞ്ഞാൽ വാർത്ത ചോർത്തൽ. നേരിട്ട് പോയിരുന്ന് ഒരു ചാനൽ പോയി സംസാരിച്ചാൽ അത് ചോർത്തലല്ല, അതൊന്ന് വെളിപ്പെടുത്തുകയാണ്. നമ്മൾ സംശയത്തിന് മുന്നിൽ വയ്ക്കുന്നു. അപ്പോൾ അതവിടെ നടന്നു എന്ന് സ്ഥിരീകരിക്കുകയാണ് താരസംഘടന അമ്മയുടെ പ്രസിഡന്റ്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖം കണ്ടപ്പോഴാണ് എനിക്ക് ഈ വാർത്ത ചെയ്യണമെന്ന് തോന്നിയത്. അതിൽ കൃത്യമായി ലൂസ് ടോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ജനറൽ സെക്രട്ടറി അല്ല പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷേ ആരാണെന്ന് പറഞ്ഞതെന്ന് തെളിയിക്കണം. എന്നോട് മല്ലിക ചേച്ചി തന്നെ പറഞ്ഞു, എന്നെ ശ്വേത വിളിച്ചിരുന്നു, ശ്വേത വിളിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചു തോന്നി. ശ്വേത വിളിച്ച കാര്യങ്ങളൊക്കെ എന്നോട് മല്ലിക ചേച്ചി എൻ്റെ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് തെളിയിക്കണം. അവിടെ എല്ലാം റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ആ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അത് മല്ലിക ചേച്ചിക്ക് കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർവ്യൂ മല്ലിക ചേച്ചിക്ക് കൊടുക്കണം. മല്ലിക ചേച്ചിനെ ആരാണ് ലൂസ് ടോക്കർ എന്ന് പറഞ്ഞത് അതറിയാനുള്ള അധികാരം മല്ലിക ചേച്ചിക്കുണ്ട്. അത് ചെയ്യുമെന്നാണ് പ്രസിഡന്റ് പറയുക. അപ്പം അവിടെ ലൂസ് ടോക്കർ എന്ന സംഭാഷണം ഉണ്ടായി എന്ന കാര്യത്തിൽ അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കൊടുത്ത വാർത്ത തെറ്റാണെന്ന് പറയാൻ കഴിയില്ലോ, ഉണ്ടായി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വാർത്തകൾ ആർക്ക് വേണമെങ്കിൽ കിട്ടും അല്ലേ, ബന്ധങ്ങളുണ്ടെങ്കിൽ വാർത്ത. ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് യോഗം കൂടിക്കഴിഞ്ഞാൽ ആ 17 പേരിൽ നിന്ന് തന്നെ വാർത്ത കിട്ടണമെന്നില്ല. ആ 17 പേർക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾ അമ്മയുടെ മെമ്പർമാരെടുത്ത് ഇവർ കാര്യങ്ങൾ അവതരിപ്പിക്കും, ആളുകൾ ചോദിക്കും. അപ്പോൾ അവിടെ നിന്നും വാർത്തകൾ നമുക്ക് കിട്ടാം. അങ്ങനെ സാഹചര്യം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പും വാർത്തകൾ കിട്ടിയിട്ടുണ്ട്. താരസംഘടന അമ്മ ഉണ്ടായിരുന്ന കാലം തൊട്ട് ഞാൻ റിപ്പോർട്ട് ടി വിയിലുള്ളപ്പോൾ തൊട്ട് തന്നെ എനിക്ക് വാർത്ത കിട്ടാറുണ്ട്, വാർത്ത ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ കമ്മിറ്റിയിലുള്ള വലിയ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. പേര് വെളിപ്പെടുത്തേണ്ട വന്നാൽ വെളിപ്പെടുത്തേണ്ടതായി വരും, തർക്കിച്ചാൽ, അത്രേ ഉള്ളൂ. പക്ഷേ അത് വാർത്ത കിട്ടും, അതിന് സംശയമില്ല. പക്ഷെ അങ്ങനെ ചോർന്ന് കിട്ടും. ഒരു ജനറൽ ബോഡിക്കുള്ളിൽ നടന്ന സംഭവം വാർത്ത കിട്ടും. പക്ഷേ ജനറൽ ബോഡിക്കുള്ളിൽ നടന്ന സംഭവം ഈ പറയുന്ന യൂട്യൂബ് ചാനൽ, ഇപ്പം കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് യൂട്യൂബ് ചാനലിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി. അത് ഒരാളും പുറത്തുപോയി താരസംഘങ്ങൾക്കുള്ളിൽ നടക്കുന്ന കാര്യം പറയരുതെന്ന് പറയുമ്പോഴാണ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അത് നമ്മുടെ ഷമ്മി തിലകനെ പുറത്താക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട്. ഷമ്മി തിലകനെ പുറത്താക്കുന്ന സമയത്ത് പ്രസിഡന്റ് പറയുന്നത് അതിന് ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാക്കിയ ഞാനാണ്. വേണ്ട എന്നാണോ വേണമെന്നാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാക്കിയ ഞാൻ? പക്ഷേ അപ്പോൾ അവിടുത്തെ ഒരു കമ്മിറ്റി മെമ്പർ പേരെടുത്ത് പൊന്നമ്മ ബാബുവിനെ പേരെടുത്ത് പറയുന്നു, പുറത്താക്കണമെന്ന് ആദ്യം കൈപൊക്കിയ ആളാണ്. അത് ജനറൽ ബോഡിക്ക് ഉള്ളിൽ നടന്ന സംഭവം ഇപ്പോൾ പരസ്യമാക്കുന്നു. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ജനറൽ ബോഡിയിൽ നടന്ന സംഭവം ഇപ്പോൾ പരസ്യമാക്കുന്നു. അന്ന് ഈ പറയുന്ന പ്രസിഡന്റ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു, കമ്മിറ്റിയിലുള്ള ആളാണ്. അദ്ദേഹം ഇപ്പോൾ പറയുകയാണ്, ഒരു ചാനലിൽ വന്നിരുന്ന്, ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് അഭിമുഖത്തിൽ അന്ന് അവിടെ സംഭവിച്ചത് അതും തെറ്റാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തെറ്റാണ്. വാർത്തകൾ ചോർത്തുന്നത് തെറ്റ്, വാർത്ത ചോർത്തി കൊടുക്കുന്നത് തെറ്റ്, മറ്റാർക്കും അഭിമുഖം കൊടുത്താൽ തെറ്റ്, പൊന്നബാബുവും ഉഷാസിനെയും ചാനലിന് മുമ്പിൽ പോയി പ്രിയങ്കയും പോയി പറഞ്ഞാൽ അത് തെറ്റ്. പക്ഷേ ഇത് അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നാൽ പറയുന്നത്, പ്രസിഡന്റ് എന്ന നിലയിലെ ശ്വേത എന്ന നിലയിലാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ പ്രസിഡൻ്റാണ് അങ്ങനെ പറഞ്ഞതും തെറ്റാണ്. അതും ഒന്ന് ചൂണ്ടിക്കാണിച്ചാണ് അങ്ങനെ സംഭവം നടത്തിയിട്ടുണ്ട്. അന്നും ഞാൻ വാർത്ത കൊടുത്തതാണ് ഷമ്മീത്തിൻ്റെ വിഷയത്തിൽ. അന്നും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ അഭിമുഖത്തിൽ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതോടൊപ്പം GSTയുടെ വിഷയം വലിയ വിഷയമാണ്. ആ GST വിഷയം ചർച്ച ചെയ്യപ്പെടും എക്സിക്യൂട്ടീവ് യോഗത്തിൽ. അത് ഈ പറഞ്ഞതുപോലെ സൂര്യ TV പ്രോഗ്രാം നടക്കുന്ന കാലം തൊട്ടുള്ള GST ആണ്. ആ GSTയുടെ വിഷയം അന്നു മുതൽ GST അടയ്ക്കാനുണ്ട്. ആ GSTയുടെ കുടിശ്ശിക വലിയ ബാധ്യതയായിട്ടുണ്ട്. അതും ഈ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അവർ അംഗീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, കഴിഞ്ഞ ഷോയുടെ പൈസയാണ് അടയ്ക്കാത്തതെന്ന് പറയുന്നു. അതിന് മുമ്പിലത്തെ കാര്യങ്ങൾ പറയില്ല. കഴിഞ്ഞ താൽക്കാലിക കമ്മിറ്റി ചുമതലയുള്ളവരാണ് പൈസ അടയ്ക്കാത്തതെന്ന് പറയുന്നത്. അതിന് മുമ്പ് തൊട്ടുള്ള കണക്കാണ് ഈ പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷയം ചർച്ച വരും. എന്തായാലും വലിയ ഒരു എക്സിക്യൂട്ടീവ് യോഗമായിരിക്കും, നിർണായക എക്സിക്യൂട്ടീവ് യോഗമായിരിക്കും. ഇപ്പോൾ തന്നെ പരസ്പരം വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അതെല്ലാം ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഇപ്പോൾ ജോയ് മാത്യു പോലുള്ള ഒരു സീനിയർ ആളുകൾക്ക് കഴിയുള്ളൂ. അദ്ദേഹമൊക്കെ ആ കാര്യത്തിൽ മുൻകൈ എടുക്കും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിന് പോയി അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം
ചേംബർ നടത്തിയ പരിപാടിക്ക് പോവുകയും അവിടെ ഒരു അംഗത്തെ പരിചയപ്പെടും, തേങ്ങ എന്ന് പറഞ്ഞതും അതും ഗ്രൂപ്പുകളിൽ വലിയ ചർച്ച നടന്നു. അതിൻ്റെതിരെ വലിയ ട്രോളുകൾ ഉൾപ്പെടെ വന്നിരുന്നു. അതും നമ്മൾ വാർത്ത ചെയ്തിരുന്നു. നമ്മൾ ചെയ്യുമ്പോൾ മാത്രം കുറ്റമുള്ളൂ, മറ്റ് മെയിൻ സാറ്റലൈറ്റ് ചാനൽ വരെ ആ വാർത്ത ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായ കാര്യം, സത്യസന്ധമായ കാര്യം. എന്തായാലും താരസംഘടന അമ്മയ്ക്കുള്ളിൽ പുതിയ കമ്മിറ്റിക്ക് വലിയ കിറാമുട്ടി പോവുകയാണ് മെമ്മറി കാർഡ് വിഷയം. 60 ദിവസത്തുള്ളിൻ്റെ ഈ മെമ്മറി കാർഡ് ആരുടെ കൈവശമുണ്ട്, അത് മേശപ്പുറത്ത് കൊണ്ടുവരേണ്ടായി വരും. അത് എന്തിനു വേണ്ടി ഷൂട്ട് ചെയ്തു എന്ന് പറയേണ്ടി വരും. അത് കുക്കു പരമേശ്വരൻ എന്താണ് അതിനകത്ത് റോള്, അന്ന് ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എന്തൊരു ചുമതലപ്പെടുത്തി, ആ മെമ്മറി കാർഡ് ആരുടെ കയ്യിലുണ്ട് എന്ന കാര്യം നിലവിൽ പ്രതിക്കൂട്ടിൽ എന്ന നിലയിലേക്ക് ചൂണ്ടിക്കാട്ടപ്പെടുന്ന കുക്കു പരമേശ്വരൻ മറുപടി പറയുന്നത്. പ്രതിക്കൂട്ടിൽ എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കുന്നത്, പ്രതിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ഇതിന് ഇരയായവർ പരസ്യമായിട്ട് പറയുകയാണ് മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ്റെ അടുത്താണുള്ളത്. പക്ഷെ അതും നാളെ ചർച്ച ചെയ്യേണ്ടി വരും. വലിയ ചർച്ചയിലേക്ക് തന്നെ അത് പോകണം. ആ കാർഡ് കണ്ടെത്തണം. അങ്ങനെ താരസംഘടന അമ്മയുടെ അന്നത്തെ കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പണം ഉൾപ്പെടെ എവിടെ നിന്നാണ് ചിലവാക്കിയെന്ന് കണ്ടെത്തേണ്ടി വരും. അത് അവിടെ ഒതുങ്ങേണ്ട ഒരു സംഭവമല്ല, പരസ്യ വിചാരണയ്ക്ക് വരെ പോകേണ്ട ഒരു സംഭവമായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം ഒരു ആർട്ടിസ്റ്റ്, ലേഡി ആർട്ടിസ്റ്റിനെ കൊണ്ട് നിർത്തിയിട്ട് അവർക്കുണ്ട അനുഭവം പറയുന്നു, അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ വിഷയമാവുന്നു, അത് പിന്നീട് മൂടി വയ്ക്കുന്നു. ഇവരുടെ ലക്ഷ്യം വേറെ ആരെയായിരുന്നു, ആ ലക്ഷ്യത്തിലെത്താതെ വന്നപ്പോൾ അത് മൂടി വയ്ക്കുകയും പിന്നീട് ഇലക്ഷൻ സമയത്ത് അതെടുത്ത് ഇന്ന ആൾ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിൻവലിക്കുന്ന നിലയിൽ വരെ വന്നു എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില താരങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തത്. അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും നാളത്തെ യോഗം നിർണായകമാണ്, നാളത്തെ എക്സിക്യൂട്ടീവ് യോഗം നിർണായകമാണ്. ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്നു, അമ്മ ചെയ്ത നല്ല പ്രവൃത്തി, നമ്മൾ പ്രവൃത്തി നല്ലതായിട്ട് കാണും. ആ ഓണക്കിറ്റ് നൽകിയത് നല്ല പ്രവൃത്തി തന്നെയാണ്. കോവിഡ് സമയത്ത് കിറ്റ് നൽകിയിട്ടുണ്ട് അമ്മ സംഘടന എന്നാണ് എനിക്കറിയാവുന്നത്. അതിനപ്പുറത്തേക്ക് ഓണത്തിന് ഇത്ര വർഷമായിട്ട് കിറ്റ് നൽകിയില്ല. ആ കിറ്റ് നൽകിയത് നല്ല പ്രവൃത്തി. അതോടൊപ്പം മെമ്മറി കാർഡ് വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.